ഹായ്. അങ്ങനെ മോരും സാമ്പാറും മീൻകറിയും ഒക്കെ കൂട്ടി മടുത്ത് ഇന്ന് എന്ത് കറി വെക്കുമെന്ന കൺഫ്യൂഷനിൽ ഒരു ചായയൊക്കെ കുടിച്ച് രാവിലെ തന്നെ അടുക്കളവാതിൽ തുറന്നിങ്ങനെ നോക്കിയപ്പോഴാണ് കൂടെ നിവർത്തി നിൽക്കുന്ന നമ്മുടെ ചേമ്പിനെ കണ്ടത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഓടിപ്പോയത് പണ്ടെപ്പോഴോ കൂട്ടിയിട്ടുള്ള ചേമ്പന്താളും പരിപ്പും കറിയാണ്. അപ്പോൾ തന്നെ 2 ചേമ്പന്താൾ അങ്ങ് വെട്ടിയെടുത്തു. പരിപ്പ് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം നമ്മളെ പുറം ചട്ട ഉരിഞ്ഞ് കഷ്ണങ്ങളാക്കി ചേമ്പുതാളിനെ വെള്ളത്തിലേക്ക് ഇട്ടു. അതിനുശേഷം നമുക്കിതിനെ ചെറുകെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറംചട്ട ഇളക്കാൻ നല്ല എളുപ്പമാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി, അതങ്ങ് റെഡിയായി കിട്ടിക്കോളും. പണ്ടുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറിയൊക്കെ വെക്കാൻ എന്തെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളിൽ മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നേ. അല്ലെ, എല്ലാവരും എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെറുതെ അരിഞ്ഞെടുക്കണം. അതിനുശേഷം കറിച്ചട്ടി തന്നെ വെക്കണം കേട്ടോ. അല്ലാതെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനും ഒക്കെ വെച്ചാൽ ഇത്രയും ടേസ്റ്റ് വരില്ല. കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ ചേമ്പും താളും കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് അതൊന്ന് തിളച്ച് വെന്ത് വരണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മഞ്ഞപ്പൊടിയുടെ കളർ കുറവാണെന്ന് തോന്നി കുറച്ച് മഞ്ഞളും കൂടി ഞാൻ ചേർത്തായിരുന്നു. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ 2 പിടി തേങ്ങയും കുറച്ച് ജീരകവും ഒരു 5-6 കൊച്ചുള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചേമ്പുതാൾ നല്ല തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ പരിപ്പ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വേവിച്ചെടുത്ത പരിപ്പ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനിയും ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ വരെ ഞങ്ങളുടെ വീട്ടിൽ ഇത് കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് മെയിൻ ഐറ്റമാണ് നമ്മുടെ പുളി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. ഇനി നമുക്ക് എല്ലാ കറിക്കും നമ്മുടെ കേരളീയരുടെ ഒരു സ്ഥിരം ശീലമാണല്ലോ കടു പൊട്ടിക്കൽ. ആ കടു ഒന്ന് താളിച്ചിട്ടെങ്കിലേ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അല്ലേ. കടു വറുക്കുന്നതിന് പോലും ഉണ്ടൊരു പ്രത്യേക രീതി അല്ലേ. ആ ശരിയായ രീതിയിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടു എല്ലാം പൊട്ടിയതിന് ശേഷം മാത്രം ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇളക്കി ഒന്ന് പകുതി ഹാഫായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് വറ്റൽമുളകും ഫൈനലി നമ്മൾ അതിനകത്ത് ഫ്രഷായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ ഒരു കളർ കൂടി കിട്ടും. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റി ചേമ്പന്താൾ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്